സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കടുപ്പിച്ച് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം. സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്നതിന് 6 വർഷത്തിനിടെ 14 കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിരുന്നു. സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്ന ഒരു ഉദ്യോഗസ്ഥനെ കൂടി പിരിച്ചുവിടാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഈ സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണോ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം? നടപടിയിലേക്ക് തന്നെയാണ് കസ്റ്റംസ് കടന്നിരിക്കുന്നത്. കാരണം കസ്റ്റംസിന് നേരത്തെ തന്നെ, അതായത് 6 വർഷത്തിനുള്ളിൽ 14 ഉദ്യോഗസ്ഥരെയാണ് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അതിന് കൂട്ടുനിന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സർവീസിൽ നിന്ന് പുറത്താക്കിയത്. പല ഘട്ടങ്ങളിൽ ഇവർക്കെതിരെ തന്നെ വിശദമായ അന്വേഷണം നടത്തി. പലരും DRIയുടെ അന്വേഷണത്തിൽ, അവരുടെ നിരീക്ഷണത്തിലായിരുന്നു, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലാണ് കുടുങ്ങിയത്. ഇത്തരക്കാർക്കെതിരെ നടപടി എടുത്തതിനൊപ്പമാണ് മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെ കൂടി ഇപ്പോൾ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം നടപടിക്കൊരുങ്ങുന്നത്. കാരണം എല്ലാ വിമാനത്താവളങ്ങൾ വഴിയും വലിയ തോതിലുള്ള കള്ളക്കടത്തുകളായിരുന്നു കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ നടന്നുകൊണ്ടിരുന്നത്. ഇതിനെല്ലാം തന്നെ ചില കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഒത്താശ കൃത്യമായി ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് നിരീക്ഷണം ശക്തമാക്കിയത്. വിവിധ അന്വേഷണ വിഭാഗങ്ങൾ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. എയർപോർട്ടിനകത്ത് DRIയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നു. പുറത്ത് CBI സംഘം ഉദ്യോഗസ്ഥരുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും പരിശോധിക്കുന്നതിന് വേണ്ടി CBIയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നു. അത്തരം ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നു. അതിനിടയിലാണ് കസ്റ്റംസിൽ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടികൾ കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് 14 ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതിനു പുറമെ മറ്റു ചില ഉദ്യോഗസ്ഥരെ നിരീക്ഷണത്തിലാക്കിയിരിക്കുകയും ഒരാളെ പുറത്താക്കുന്ന നടപടികളിലേക്ക് കൂടി കടക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ 2023 ജൂണിൽ നടന്ന സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഒത്താശ ചെയ്തതിന്റെ തെളിവുകൾ ലഭിച്ചിരുന്നു. ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ അനീഷ് മുഹമ്മദ് എന്ന ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയത്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാവുക എന്നാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം വ്യക്തമാക്കിയിരിക്കുന്നത്. 6 വർഷത്തിനിടയിലാണ് 14 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടത്. 2019 രാജ്യത്താകെ 15 ഉദ്യോഗസ്ഥർക്കെതിരെ കസ്റ്റംസിൽ നടപടികൾ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് കസ്റ്റംസ് കടക്കുന്നത്. ഉദ്യോഗസ്ഥർക്കിടയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ അതിന്റെ പങ്ക് പറ്റുകയും, ഈ വലിയ തോതിൽ സ്വർണ്ണക്കടത്ത് നടക്കുമ്പോൾ അതിന്റെ പങ്ക് പറ്റുകയും, പലപ്പോഴും ഈ പരിശോധനകൾ നടക്കുന്നതും പരിശോധനകൾ കർശനമാക്കുന്നതുമെല്ലാം ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരെ അറിയിക്കുകയും എല്ലാം തന്നെ ചെയ്തതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കാളിത്തമുണ്ടായിരുന്നു. അതെല്ലാം വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത നടപടികൾ സ്വീകരിക്കുന്നത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.